നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിന് ഇത്രമാത്രം പ്രാധാന്യം നൽകാനുള്ള കാരണം ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് വസിയത്ത് നൽകിയത് കാണാം. നിങ്ങൾ നോമ്പ് നോൽക്കുക, അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ ഇദ്ല ലഹു. നിങ്ങൾ നോമ്പ് നോൽക്കണം, കാരണം നോമ്പിന് സമാനമായി നിൽക്കുന്ന മറ്റൊരു ഇബാദത്തില്ല എന്നാണ്. അതിലേക്ക് സൂചന നൽകുന്ന ഒന്ന് രണ്ട് ഹദീസുകൾ പറയാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ഏതെങ്കിലും ഒരു മുസ്ലിം, ഒരടിമ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ആ വ്യക്തിയുടെ മുഖത്തെ അള്ളാഹു 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റ നോമ്പ് കൊണ്ട് തന്നെ ഒരാൾ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. അത്രമാത്രം നരകത്തിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്തുന്ന അമലാണ് നോമ്പ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന അതുല്യമായ ആരാധനയാണ് സിയാം, നോമ്പ്. അതേപോലെ തന്നെ ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖുത്തിമ ലഹു ബിസിയാമി യൗമിൻ ദഖലൽ ജന്ന. ഒരാൾ നോമ്പുകാരനായിരിക്കെ മരണപ്പെട്ടാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നോമ്പുള്ള ഒരു ദിവസമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ലഭിക്കുന്നതാണ്. സ്വർഗ്ഗം ലഭിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കി തീർക്കുന്ന തുല്യതയില്ലാത്ത ആരാധനയാണ് നോമ്പ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നത് ഖുർആനായിരിക്കും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും ഒരടിമക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് ശുപാർശ പറയുന്നതാണ്. യഖൂലു സിയാമു ഐ റബ്ബി മനഅതുഹു അത്അമ വശഹവാതി ബിന്നഹാർ ഫശഫിഅ്നി ഫീ. നോമ്പ് പറയും, അള്ളാഹുവേ, പകൽ സമയങ്ങളിൽ ഭക്ഷണവും മറ്റു വികാരങ്ങളും ഈ വ്യക്തിക്ക് ഞാനാണ് തടഞ്ഞത്, അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ എനിക്ക് ശുപാർശക്ക് അനുവാദം വേണം. ഖുർആനും പറയും, മനഅതുഹു നൗമ ബില്ലൈലി ഫശഫിഅ്നി ഫീ. ഇയാൾ രാത്രി ഉറങ്ങുന്നതിൽ നിന്ന് ഞാനാണ് തടഞ്ഞത്. ഖുർആൻ ഓതിക്കൊണ്ട് അയാൾ രാത്രി നമസ്കരിച്ചു. അങ്ങനെ ഫയുശഫഅൻ, ഖുർആനിനും നോമ്പിനും ഒരു വ്യക്തിക്ക് വേണ്ടി ശുപാർശ പറയാനുള്ള അനുവാദം അള്ളാഹു ഖിയാമത്ത് നാളിൽ നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി സിയാം, നോമ്പ്, അള്ളാഹുവിനോട് ശുപാർശ പറയും. അപ്പോൾ അത് നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്.